കോഴിക്കോട് MDMA-യുമായി ബസ് ഡ്രൈവർ പിടിയിലായിരിക്കുകയാണ്. ചേളന്നൂർ സ്വദേശി അജ്മൽ റഫീഖാണ് പിടിയിലായത്. ലഹരിക്കടിമയായ ഡ്രൈവർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഈ ഡ്രൈവർക്കെതിരെ നേരത്തെ തന്നെ പരാതികൾ ലഭിച്ചതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഇയാൾ നിരീക്ഷണത്തിലായതും? തുടർച്ചയായ ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് MDMA പിടികൂടുന്നു. ഏറ്റവും ഒടുവിൽ പിടിയിലായിരിക്കുന്നത് ഒരു ബസ് ഡ്രൈവറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാരും ഒരിക്കലും വാഹനങ്ങൾ ഓടിക്കരുത് തുടങ്ങിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ നിയമങ്ങളൊക്കെ ലംഘിക്കുന്ന ഒരാളാണ് ഈ ബസ് ഡ്രൈവറായിട്ടുള്ള ചേളന്നൂർ സ്വദേശി അജ്മൽ റഫീഖ് എന്ന കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇയാൾക്കെതിരെ പരാതി ഉയർന്നിരുന്നു. പക്ഷേ അന്നൊന്നും പരിശോധന നടത്തിയെങ്കിലും ലഹരി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല, മയക്കുമരുന്ന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡാൻസ് ഓഫ് സംഘം തുടർച്ചയായി ഇയാളെ നിരീക്ഷിച്ചു. അതിനൊടുവിലാണ് പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ ഇയാളിൽ നിന്ന് MDMA കണ്ടെടുക്കുകയും ചെയ്തു. 7 ഗ്രാം MDMA ആണ് ഈ പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ സഞ്ചരിച്ച കാറ് പോലീസ് കസ്റ്റഡി എടുത്തിട്ടുമുണ്ട്. ഇയാൾ ഉപയോഗിക്കുന്നു, അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിൽ നിന്ന് ഈ സാധനം എത്തിച്ചുകൊണ്ട് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിൽപ്പന നടത്താനായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുന്നത്. അന്നശ്ശേരി അതുപോലെ തന്നെ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 3 ബസ്സുകളിൽ ഇയാൾ മാറി മാറി ഡ്രൈവറായി പോകുന്നുണ്ട്. അങ്ങനെ ബസ് യാത്രയ്ക്കിടയിൽ പോലും ഇയാൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് സമ്മതിക്കുന്നു. പോലീസിന് അത്തരം വിവരങ്ങൾ കൂടിയാണ് ലഭ്യമാകുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മനുഷ്യജീവൻ പന്താടുന്ന ഒരു സാഹചര്യം, അത്തരം സംഭവങ്ങളൊക്കെയാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. ഡാൻസ് ഓഫ് സംഘവും അതുപോലെ തന്നെ ചേവായൂർ പോലീസും ചേർന്നാണ് ഈ ബസ് ഡ്രൈവറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദിവ്യ.